നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും റീചാർഡ് പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഓസ്കാർ അവാർഡുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. 97ാമത് ഓസ്കാർ അവാർഡുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ആർക്കൊക്കെ എന്തിനൊക്കെയാണ് ഓസ്കാർ അവാർഡുകൾ കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. മികച്ച ചിത്രം അനോറ. ഓസ്കാർ അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് അനോറയാണ്. മികച്ച സംവിധാനം അനോറയുടെ സംവിധായകൻ ഷോൺ ബേക്കർ. മികച്ച നടൻ അഡ്രിയൽ ബ്രോഡി. ദി ബ്രൂട്ടലിസ്റ്റ് എന്ന സിനിമയ്ക്കാണ് അഡ്രിയൽ ബ്രോഡിക്ക് മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചത്. മികച്ച നടി മൈക്കി മാഡിസൺ ആണ്. അനോറ എന്ന ചിത്രത്തിന് മൈക്കി മാഡിസൺ ആണ് മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ദെൻ സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് അഥവാ സപ്പോർട്ടിംഗ് നടൻ കീറൻ കുൽക്കിംഗ് ആണ്. ഏറിയൽ പെയിൻ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് അവാർഡ്. സപ്പോർട്ടിംഗ് നടി സോസാൽ ഡാന എമിലിയ പേരസ് എന്ന സിനിമയ്ക്കാണ്. ദെൻ മികച്ച അനിമേറ്റഡ് ഫീച്ചർ ഫിലിം ഫ്ലോയാണ്. ദെൻ മികച്ച അന്താരാഷ്ട്ര ഫീച്ചർ ഫിലിമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഐ ആം സ്റ്റിൽ ഹിയർ എന്ന ചിത്രത്തിനാണ്. ബ്രസീലിലെ ചിത്രമാണ് ഐ ആം സ്റ്റിൽ ഹിയർ എന്ന ചിത്രം. ദെൻ മികച്ച ഡോക്യുമെൻ്ററി ഫീച്ചർ ഫിലിം നോ അതർ ലാൻഡ് എന്ന സിനിമയാണ്. ദെൻ ഒറിജിനൽ സ്കോർ ദി ബ്രൂട്ടലിസ്റ്റ് എന്ന സിനിമയിലെ ഡാനിയൽ ബ്ലംബെർഗിന് ആണ് കിട്ടിയിട്ടുള്ളത്. ദെൻ മികച്ച ഛായാഗ്രഹണം ദി ബ്രൂട്ടലിസ്റ്റ് എന്ന ചിത്രത്തിനാണ്. മികച്ച ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം എന്ന കാറ്റഗറിക്ക് ഐ ആം നോട്ട് എ റോബോട്ട് എന്ന സിനിമയ്ക്കാണ് അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ദെൻ മികച്ച വിഷ്വൽ ഇഫക്റ്റ് ഡ്യൂൺ ഭാഗം 2 ഡ്യൂൺ പാർട്ട് 2 ദെൻ മികച്ച ശബ്ദ മിശ്രണം ഡ്യൂൺ പാർട്ട് 2 തന്നെയാണ്. മികച്ച ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിം ദി ഓൺലി ഗേൾ ഇൻ ഓർക്കസ്ട്ര എന്ന സിനിമയ്ക്കാണ്. ദെൻ ഒറിജിനൽ ഗാനം എമിലിയ പെരസിൽ നിന്നുള്ള എൽമാൻ എന്ന ഗാനമാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഓസ്കാർ അവാർഡുകളിൽ നിന്ന് നമുക്ക് നോക്കാനുള്ളത്. മികച്ച നടൻ, മികച്ച നടി, മികച്ച സിനിമ, മികച്ച സംവിധാനം, ദെൻ ഷോർട്ട് ഫിലിം, മികച്ച ആനിമേഷൻ ഫിലിം, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നോക്കി വയ്ക്കുക. ഇന്ത്യക്ക് ഇപ്രാവശ്യം അവാർഡുകളൊന്നും തന്നെ ഓസ്കാറിൽ കിട്ടിയിട്ടില്ല എന്നുള്ളതും ശ്രദ്ധിച്ചു വയ്ക്കുക. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം. താങ്ക്